ഞങ്ങൾ വാഗ്ദാനം കൊടുത്താൽ ഞങ്ങൾ വാഗ്ദാനം പാലിക്കും, ഞങ്ങൾ ചെയ്യും, പറയുന്നത് ചെയ്യും. മറ്റൊരു ഒന്ന് പറഞ്ഞത് ചെയ്യില്ല, മറ്റത് അവർക്ക് ചെയ്യാൻ എന്താണെന്ന് തന്നെ അവർക്ക് ഒരു കഴിവില്ല. 10 കൊല്ലം UPA സർക്കാർ കഴിഞ്ഞിട്ട് ഇന്ത്യൻ്റെ സ്ഥിതി അതായിരുന്നു, ഒരു ദുർബലമായ ഇക്കോണമി. അപ്പോൾ 9 കൊല്ലം നമ്മുടെ പിണറായി വിജയൻജി സർക്കാർ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിതി ഇവിടെ കേരളയിൽ അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞത് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ. ആ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് അധികാരം പിടിക്കണം, അധികാരത്തിൽ വരണം, സർക്കാർ ഉണ്ടാക്കണം. സർക്കാർ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റൂ. ഇവിടുത്തെ കുട്ടികൾക്ക് തൊഴിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ഇവിടുത്തെ ഇക്കോണമി സ്ട്രോങ് ആവണം. ആ ഇക്കോണമി സ്ട്രോങ് ആവണമെങ്കിൽ ഇത് UDFും LDFിന് കഴിയാൻ പറ്റുന്ന സാധനമല്ല. നമ്മുടെ നരേന്ദ്രമോദിജി മാനേജ് ചെയ്യുന്ന സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ അവരുടെ ഇക്കോണമി എല്ലാം നന്നായി ഭൂമിയിൽ. അതൊന്ന് രണ്ടാമത്തത് LDFും UDFിലും ഒരു വ്യത്യാസമില്ല. ആരാണ് ഇന്ത്യ അലയൻസിൽ ഡൽഹിയിൽ ചായയും കാപ്പിയും ബിസ്ക്കറ്റും റസ്ക് ഇരുന്ന് കഴിക്കുന്നത്? മാറ്റം കൊണ്ടുവരാനുള്ള ഒരു കഴിവുള്ള ഒരു ഓൾട്ടർനേറ്റ് ഉണ്ടെങ്കിൽ BJP NDA ആണെന്ന് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയണം. നമസ്തേ. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. ആദ്യമായി ജനം TVയുടെയും അതുപോലെ ജനം TV കുടുംബത്തിൻ്റെയും ജനം TV പ്രേക്ഷകരുടെയും ഹാർദമായ അഭിനന്ദനങ്ങൾ വളരെ നന്ദി അറിയിക്കുന്നു. വലിയൊരു ദൗത്യമാണ് താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയാണ്, ആസൂത്രണത്തോടു കൂടിയാണ് താങ്കൾ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്, ആ പ്രോപ്പർ പ്ലാനിങ്. എവിടെ നിന്ന് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിലിപ്പോൾ ഇന്നലെയാണല്ലോ എന്നോട് പറഞ്ഞ് ഇത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് എനിക്ക് ഒരു നല്ലൊരു സെൻസ് ഉണ്ട് എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുമ്പോൾ കഴിഞ്ഞ 11 കൊല്ലം എങ്ങനെ അദ്ദേഹം ഇന്ത്യനെ എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കേരളം നോക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി ഇന്ന് 2025 ഇന്ത്യൻ്റെ സ്ഥിതിയായിരുന്നു 2014. 10 കൊല്ലം UPA സർക്കാർ കഴിഞ്ഞിട്ട് ഇന്ത്യൻ്റെ സ്ഥിതി അതായിരുന്നു, ഒരു ദുർബലമായ ഇക്കോണമി. അപ്പോൾ 9 കൊല്ലം നമ്മുടെ പിണറായി വിജയൻജി സർക്കാർ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിതി ഇവിടെ കേരളയിൽ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് എല്ലാവർക്കും വേണം, എല്ലാ ജനങ്ങൾക്കും വേണം. അത് എങ്ങനത്തെ മാറ്റമാണ്, എങ്ങനെയാണ് ആ മാറ്റം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അത് എനിക്ക് കുറച്ച് അതിൽ ഒരു ഐഡിയ ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്. എല്ലാവരോടും ഇങ്ങനെ എൻ്റെ അഭിനന്ദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞത് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ. ആ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് അധികാരം പിടിക്കണം, അധികാരത്തിൽ വരണം, സർക്കാർ ഉണ്ടാക്കണം. സർക്കാർ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റൂ. അത് ഞാൻ മെസ്സേജ് കൊടുക്കുന്നത് നമ്മുടെ പ്രവർത്തകർക്ക് മാത്രമല്ല, ജനങ്ങൾക്കും. അതുകൊണ്ട് ഒരു ഓവറോൾ സ്ട്രാറ്റജി ഉണ്ട്. ബട്ട് അതിന് എത്രയോ ഇനി ദിവസവും മാസം ഇരുന്ന് അതിനെ ഒരു കൺവേർട്ടഡ് ഉണ്ടോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, പിന്നെ നമ്മുടെ പ്രവർത്തകരുടെ കൂടെ അധ്വാനിച്ച് അത് മുമ്പോട്ട് കൊണ്ടുപോകണം. കേരളത്തിലെ NDA സർക്കാർ രൂപീകരിക്കുക തന്നെയാണ് അജണ്ട. അതിനാണ് താങ്കളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഇന്ന് ഭയങ്കര ഓപ്പണായിട്ട് പറയല്ലേ, എന്നെ അയച്ചിരിക്കുന്നത്, എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ ഒരു BJP NDA സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരുന്നവരെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. വിശ്രമമില്ല. അല്ല, വിശ്രമമല്ല, ഞാൻ ഇവിടുന്ന് പോവില്ല. അതാണ് ഞങ്ങളുടെ ദൗത്യം, നമ്മളെല്ലാവരും ദൗത്യം എന്ന് പാർട്ടിയിൽ ഞാൻ പറഞ്ഞു തന്നു. BJPക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്, അല്ലേ? 90% വോട്ട് ഷെയർ. എൻ്റെ അസസ്മെൻറ്റ് കുറച്ചൊരു അത് ഞാൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ അസസ്മെൻറ്റ് ഇങ്ങനെയാണ്. ഈ LDFും UDFും 70 കൊല്ലം 72 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. അവരുടെ ഭരണം ഇന്ന് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കർണാടക ഭരണമാണോ, കോൺഗ്രസിൻ്റെ ഹിമാചൽ ഭരണമാണോ, ലെഫ്റ്റിൻ്റെ കേരള ഭരണമാണോ, ഒരു വ്യത്യാസമില്ല.
എല്ലാ സ്റ്റേറ്റിലും ഒരു കോമൺ പാറ്റേൺ, ഈ ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റും ഒരു ഇക്കണോമിക് ബാങ്ക്രപ്സി, അവർ കൊടുക്കുന്ന വാഗ്ദാനമൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഡെവലപ്മെൻറ്റിന് കാശില്ല, കടം വാങ്ങിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇന്ന് റീസെൻ്റ്ലി 3 ദിവസം മുമ്പേ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററും പറയുന്നു, എനിക്ക് പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് അലവൻസ് കൊടുക്കാൻ കാശില്ല, കടം വാങ്ങിച്ചില്ല, എനിക്ക് അവിടെ കാശ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും അവരുടെ ഞാൻ പറഞ്ഞ ഒരു അഴിമതിൻ്റെ ഒരു പോളിറ്റിക്സിൻ്റെ കാരണം അവരെല്ലാവരുടെയും ഇക്കണോമി ബാങ്ക്രപ്റ്റ് ആയിരിക്കണം. അതേ സമയത്ത് നമ്മുടെ നരേന്ദ്രമോദിജി മാനേജ് ചെയ്യുന്ന സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ അവരുടെ ഇക്കോണമി എല്ലാം നന്നായി ബൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ശരിക്കും ജനങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ടത്. അവരോട് ഇതാണ് ഈ മെസ്സേജ്. ഇവിടുത്തെ കുട്ടികൾക്ക് തൊഴിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ഇവിടുത്തെ ഇക്കോണമി സ്ട്രോങ് ആവണം. ആ ഇക്കോണമി സ്ട്രോങ് ആവണമെങ്കിൽ ഇത് UDF LDF കഴിയാൻ പറ്റുന്ന സാധനമല്ല. അവർ ഇതുവരെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ, അവസരം കൊടുക്കുമ്പോൾ ജനങ്ങൾ അവസരം കൊടുത്തില്ല. 70 കൊല്ലം അവർ ചെയ്തില്ല. ഇനി ഒരു അവസരം കൊടുത്ത് കേരളത്തിൻ്റെ ഒരു ട്രജക്ടറി, ഡെവലപ്മെൻറ്റ് ട്രജക്ടറി മാറ്റുകയാണെങ്കിൽ അത് NDA മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ലുക്ക്, കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുമോ? നോക്കൂ, ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പിണറായി തന്നെ ഭരിക്കുകയാണ്. അതെ, ഓപ്പോസിഷൻ വെരി വീക്ക്. അവിടെയാണ് BJPക്ക് വളരെ ഒരു അതൊന്ന്. രണ്ടാമത്തത് LDFും UDFിലും ഒരു വ്യത്യാസമില്ല. പണ്ട് കാലത്തെല്ലാം ശരിക്കും നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എല്ലാം പഠിച്ച് ഒരു 20 കൊല്ലം മുമ്പെല്ലാം പഠിക്കുമ്പോൾ ലെഫ്റ്റ് ഒരു ആക്രമണത്തിൻ്റെ ഒരു ഐഡിയോളജി ആയിരുന്നു, ഒരു വയലൻസ്, ഇൻറ്റിമിഡേഷൻ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതി, കറപ്ഷൻ, ലാൻഡ് ഗ്രാബ്. ഇതിപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട്. CPMലുണ്ട് അഴിമതി, CPMലുണ്ട് ഡൈനസ്റ്റി, ഇവിടെയുണ്ട് അഴിമതി, ഇവിടെയുണ്ട് വയലൻസ്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ മനസ്സിൽ, അക്കോർഡിംഗ് ടു മീ, അവർ നോക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസിൻ്റെ 2 പാർട്ട്ണറിൻ്റെ ഇക്കണോമിക് ഐഡിയോളജിയും ഈ ഭാവിയെ പറ്റി വിചാരിക്കുമ്പോൾ ഇവർ രണ്ടാളും ഒരു വ്യത്യാസമില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ലെഫ്റ്റിൻ്റെ വോട്ട് ഷെയർ എല്ലായിടത്തും ഡ്രോപ്പ് ആവുന്നത്. കോൺഗ്രസിൻ്റെ ഒരു മനസ്സിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കാണുന്നത്. ലെഫ്റ്റ് വീക്കൻ ചെയ്താൽ നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു മീ അത് അങ്ങനെ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഒന്നല്ല. ജനങ്ങളുടെ മുമ്പിൽ ഇവർ രണ്ടാളും ഒരു മാത്രമായ ഒരു സ്ഥിതിയാണെങ്കിൽ അവർ കോൺഗ്രസിനെ പിക്ക് ചെയ്യും. ബട്ട് ഇത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ദ സെക്കൻഡ് ഓപ്ഷൻ. ആ ഓപ്ഷനാണ് NDA. അല്ല, എന്തൊക്കെയാണ് തടസ്സങ്ങൾ? ഇപ്പോൾ താങ്കളുടെ കാഴ്ചപ്പാടിൽ BJPയുടെ സ്ട്രെങ്ത് എന്താണ്? കേരളത്തിലെ BJPയുടെ ദൗർബല്യം എന്താണ്? വീക്ക്നെസ് എന്താണ്? അല്ല, സ്ട്രെങ്ത് നമ്മുടെ ഐഡിയോളജി, സ്ട്രെങ്ത് നമ്മുടെ ഒരു ട്രാക്ക് റെക്കോർഡ്. ഈ 15 കൊല്ലം ഇന്ത്യ ഒരു ഫ്രജൈൽ 5 ഇക്കോണമിന്ന് ഒരു ടോപ്പ് 4 ഇക്കോണമി ആക്കിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീൻ്റെ ഇക്കണോമിക് പോളിസീസും ഒരു ഗുഡ് ഗവർണൻസും അതായിരുന്നില്ലേ? അതാണ് സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഡൽഹിയിൽ 2 ടേം അരവിന്ദ് കെജ്രിവാൾ ഞാൻ ഇതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഒരു ക്ലീൻ പൊളിറ്റീഷ്യനാണെന്ന് പറഞ്ഞിട്ട് വന്നു. രണ്ട് തവണ ജനങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് മാൻഡേറ്റ് കൊടുത്തു, എന്നിട്ട് പുറത്താക്കിയില്ലേ, പതിനാശില്ലേ? അതുകൊണ്ട് ഇപ്രാവശ്യം എൻ്റെ കാൽക്കുലേഷൻ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കേരളത്തിൻ്റെ ജനത, അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും, നമ്മുടെ പ്രവർത്തകരോട്, നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയാൻ പോകുന്നു, ഡോർ ടു ഡോർ, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞങ്ങൾ വാഗ്ദാനം കൊടുത്താൽ ഞങ്ങൾ വാഗ്ദാനം പാലിക്കും, ഞങ്ങൾ ചെയ്യും, പറയുന്നത് ചെയ്യും. ഒന്ന് പറഞ്ഞത് ചെയ്യില്ല, മറ്റേത് അവർക്ക് ചെയ്യാൻ എന്താണെന്ന് തന്നെ അവർക്ക് ഒരു കഴിവില്ല. സോ ഈ ഒരു പറയുമ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, വി ആർ ദി ഓൾട്ടർനേറ്റ്, BJP NDA ആണ് ഒരു ഓൾട്ടർനേറ്റ്, മാറ്റം കൊണ്ടുവരാനുള്ള ഒരു കഴിവുള്ള ഒരു ഓൾട്ടർനേറ്റ് ഉണ്ടെങ്കിൽ BJP NDA ആണെന്ന് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയണം. അത് എനിക്ക് എൻ്റെ മനസ്സിൽ അതിൻ്റെ സമയം വന്നു. ബിക്കോസ് കോൺഗ്രസിൻ്റെയും ലെഫ്റ്റിൻ്റെയും ക്രെഡിബിലിറ്റി ഇക്കണോമിക് മാനേജ്മെൻറ്റിൽ ഒരു ഓൾ ടൈം ലോ ആണ്.
ബിക്കോസ് ജനങ്ങൾ വായിക്കുന്നുണ്ട്. കർണാടകയിൽ എന്ത് നടക്കുന്നു, ഹിമാചൽ പ്രദേശിൽ എന്ത് നടക്കുന്നു. ഇവിടെ ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല, KSRTCക്ക് ജനങ്ങൾ എംപ്ലോയീസിന് കൊടുക്കാൻ കാശില്ല, പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശില്ല, CPO എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് പാവം കുട്ടികൾ ഇന്ന് അവർക്ക് തൊഴിൽ ജോബ് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ഇക്കണോമിക് ബാങ്ക്രപ്സി ഇവിടെ വന്നിട്ടുണ്ട്. അത് വെറുതെ 2-3 വാക്ക് പറഞ്ഞ് പ്രസംഗിച്ച് സ്പീച്ച് അടിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കി ഇപ്രാവശ്യം ഈ ഇലക്ഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്കൊരു ശരിക്കൊരു ഡിസൈസീവ് ചേഞ്ച് വേണം. കോൺഗ്രസ് മുക്ത ഭാരതം അതാണ് BJPയുടെ ലക്ഷ്യം, അതാണ് അജണ്ട, അതാണ്. കോൺഗ്രസ് മുക്ത ഭാരതം ആയതുകൊണ്ട് കേരളത്തിൽ ഇടതിനോട് സോഫ്റ്റായിട്ട് ഇടപെടുന്നു എന്നുള്ള പൊതുവിലൊരു ആക്ഷേപം ഉണ്ട്. ഒരു ഹൈറ്റ് ഓഫ് ഹിപ്പോക്രസി അല്ല അത്. ഈ 2 പാർട്ടീസ് ഇന്ത്യ അലയൻസിൻ്റെ പാർട്ട്നേഴ്സാണ്. ആര്? CPM-ഉം കോൺഗ്രസും. എന്നിട്ട് കോൺഗ്രസ് ഈ ഇലക്ഷന് മുമ്പ് ഒരു പുതിയൊരു സ്റ്റോറി നടത്തുന്നു, CPM-ഉം BJP-ൻ്റെ കൂടെയാണ്. ഇത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ടറിയോ? ഇവർ ഈ എക്സ്പെരിമെൻ്റ് അവർ തെലങ്കാനയിൽ ചെയ്തു. അവർ ആ ഇലക്ഷനിൽ ഒരു നല്ലൊരു ഒരു സ്റ്റോറി കൈറ്റ് ഫ്ലൈ ചെയ്തു. അത് എന്താണ് സ്റ്റോറി? BRSും BJP ഒരു അലയൻസിലാണ്, അതുകൊണ്ട് കംപ്ലീറ്റ് ആൻറ്റി BRS വോട്ട് കോൺഗ്രസ്സിന് പോയി. അത് അവർ ഭയങ്കര ഓവർ സ്മാർട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചൊരു ബാക്ക് ഫുട്ടിലായി പോയി, നമ്മൾ അത് റെസ്പോണ്ട് ചെയ്തില്ല. അത് അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഇവിടെ നോക്കുന്നു. ബട്ട് ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ലല്ലോ, അവർ എല്ലാവർക്കും അറിയാമല്ലോ, ജനങ്ങൾക്ക് അറിയാമല്ലോ, വായിക്കുന്നുണ്ടല്ലോ. ആരാണ് ഇന്ത്യ അലയൻസിൽ ഡൽഹിയിൽ ചായയും കാപ്പിയും ബിസ്ക്കറ്റും റസ്ക് ഇരുന്ന് കഴിക്കുന്നത്? അത് CPM-ഉം കോൺഗ്രസ് അല്ലേ. എന്നിട്ട് ഓരോരോ മിസ്ഇൻഫർമേഷൻ, രാജീവ് ചന്ദ്രശേഖർ, EP ജയരാജൻ, അതെല്ലാം ഇങ്ങനെ പറയും. ബട്ട് നോക്കൂ, ഞാൻ എപ്പോഴും പറയും, ഞാൻ ഡൽഹിയിൽ നാഷണൽ സ്പോക്സ്മാൻ ആകുമ്പോൾ എപ്പോഴും പറയാവുന്നൊരു സാധനമാണ്, ഇവർ നുണ പറയും. ആര്? കോൺഗ്രസ്. അത് അവരുടെ DNA-യിലുള്ള സാധനം. നമ്മൾ ആ നുണ കേട്ടിട്ട് നമുക്ക് വലിയ ദേഷ്യം വരുന്നു, അതൊന്നും ആവശ്യമില്ല. നമ്മൾ സത്യം പറയാം. നോ ദ ട്രൂത്ത്, നോ ദ ഡിഫറൻസ്. ഇവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവണം. അത് ഞങ്ങൾ ജനങ്ങളുടെ പോയിട്ട് പറയും. ശശി തരൂരിനെ പോലുള്ളവർ മാറി ചിന്തിക്കുന്നുണ്ടോ അല്ലേ? ഇപ്പം എനിക്കറിയില്ല ശശി തരൂർ എന്ത് ചിന്തിക്കുന്നു, എപ്പോൾ ചിന്തിക്കുന്നു, ഇന്ന് എന്ത് ചിന്തിക്കുന്നു, നാളെ എന്ത് ചിന്തിക്കും, അതൊന്നും ഞാൻ അതിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. കേരളത്തിൽ ആരാണ് മുഖ്യ ശത്രു? കോൺഗ്രസ് ആണോ CPM ആണോ? ഞാൻ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ ശത്രുവായിട്ട് കാണുന്നില്ല. ഇതൊരു ബാറ്റിൽ ഓഫ് ഗവർണൻസ് ഐഡിയോളജീസാണ്. നരേന്ദ്രമോദിജി സബ്കാ സാത്ത് സബ്കാ വികാസ് പറയുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷനെ ശരിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ ഓപ്പോസ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധം 4% മുസ്ലിം റിസർവേഷൻ പാസ് ചെയ്യുന്നു. അപ്പോൾ ആരാണ് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടി? ആരാണ് ശരിക്കും സബ്കാ സാത്ത് സബ്കാ വികാസ്? അല്ല. ഇതാണ് ശരിക്കും ഈ പൊളിറ്റിക്കൽ ബാറ്റിൽ ഗ്രൗണ്ടിൽ മെയിൻ ഇഷ്യൂ. അവർ ഇതിൽ മാറ്റിയിട്ട് ഇപ്പോൾ സ്റ്റാലിൻ ചെയ്യുന്ന മാതിരി ഗോൾ പോസ്റ്റ് മാറ്റാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കഴിഞ്ഞ 6 കൊല്ലം 5 കൊല്ലം തമിഴ്നാട്ടിലും ഈ ഇന്ത്യ അലയൻസിൻ്റെ പാർട്ട്ണറാണ്, അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാടിനെ പറ്റി പറഞ്ഞത്. അവിടെ നടന്ന അഴിമതിയും, അവിടെ ഒരു ഡെവലപ്മെൻറ്റും നടന്നിട്ടില്ല. അവിടെ ഒരു ഒറ്റ അച്ചീവ്മെൻറ്റ് ഇന്ത്യ അലയൻസിൻ്റെ അച്ഛൻ്റെ മകനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കി. അതിനെല്ലാം മാറ്റി ഓരോരോ ഇഷ്യൂസ് ഉണ്ടാക്കുക. ലാംഗ്വേജ് പോളിസി, ഡീലിമിറ്റേഷൻ, ഇതെല്ലാം ഒരു റെഡ് ഹെറിംഗ് ആയിട്ട് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുക. ഈ എലക്ഷൻ സമയത്ത് എന്താണ് 9 കൊല്ലം 10 കൊല്ലം പിണറായി വിജയൻ ചെയ്തത്? എന്താണ് NDA സർക്കാർ UPA സർക്കാരായ കോൺഗ്രസ് 10 കൊല്ലത്തിൽ അവരെന്ത് ചെയ്തു? സെൻറ്ററിൽ കോൺഗ്രസ് കർണാടകയിൽ എന്ത് ചെയ്യുന്നു, തെലങ്കാനയിൽ എന്ത് ചെയ്യുന്നു, ഹിമാചൽ പ്രദേശിൽ എന്ത് ചെയ്യുന്നു, ഞങ്ങളെ BJP NDA ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഇത് ജനങ്ങൾ തീരുമാനിക്കും. നമ്മുടെ ഭാവിക്ക്, നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് ഏത് പാർട്ടിയാണ് ഏറ്റവും നല്ല പാർട്ടി, ഏത് പാർട്ടിയാണ് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ നന്നായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, അത് തീരുമാനിക്കും. രാവിലത്തെ പ്രസംഗത്തിൽ താങ്കൾ പറഞ്ഞു വികസിത ഭാരതം പോലെ വികസിത കേരളം. അതെ, അത് തന്നെയാണ് പ്രധാന അജണ്ട. അതെ, അതിലേക്ക്
എത്താൻ എളുപ്പമാണോ? അല്ല, എളുപ്പമല്ല. ഇന്നിപ്പോൾ കടം വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. അപ്പോൾ വികസിത കേരളം എവിടെ? കടം ഉള്ള കേരളമാണ്. നോക്കുകൂലിയുള്ള കേരളമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസം ഉള്ള ഒരു തലമുറ. നമുക്ക് കുട്ടികൾ IT, മാനുഫാക്ചറിങ്. നമുക്ക് വേണ്ടത് ഒരു തൊഴിൽ, ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കേരളം. അതല്ല വേണ്ടത്. അതല്ല മോഡേൺ ഫ്രെയിംവർക്കിൽ ഈ ഗ്ലോബൽ ചേഞ്ചസ് എല്ലാം ഉണ്ടാകുന്ന സമയത്ത്, ടെക്നോളജി എല്ലാം ഇങ്ങനെ വലിയ ഡിസ്ട്രപ്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് ആർക്കറിയാം AI-ൻ്റെ എന്തായിരിക്കും ഇമ്പാക്റ്റ് IT-യിൽ, AI-ൻ്റെ എന്തായിരിക്കും ഇമ്പാക്റ്റ് മാനുഫാക്ചറിങ്ങിൽ. ഈ സമയത്ത് നമ്മുടെ കുട്ടികൾ ഒരു കഴിവും സ്കില്ലെല്ലാം പഠിച്ച് ഗ്ലോബൽ സ്റ്റാൻഡേർഡായി അവർ വിജയിക്കണം. അവർ ഈ കേരളയിൽ വിജയിക്കണം. അവർ ഉണ്ടാവുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. അതല്ലേ നമുക്ക് വേണ്ടത്. അതല്ലാണ്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്തിട്ട്. അല്ല, അൺഫോർച്ചുനേറ്റ്ലി നോബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ കേരള. എങ്ങനെ വരും? ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, ഒരു സിമ്പിൾ ഫോർമുലയാണ്. ഞാൻ കുറച്ചൊരു ട്രാവൽ ചെയ്ത ആളാണ്, അതുകൊണ്ട് പറയുന്ന. ഇന്ന് ആരോടും ചോദിച്ചാൽ, ആരാണെങ്കിലും ചോദിച്ചാൽ, വലിയ മൾട്ടിനാഷണൽ ചോദിച്ചാൽ, വേർ വിൽ യു ഇൻവെസ്റ്റ്, എവിടെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകാൻ പോകുന്നത്? അവർ ഒരു സിമ്പിൾ ആൻസറാണ്, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത് ടാലൻറ്റ് ഉള്ള സ്ഥലത്ത്, ടാലൻറ്റ് പോകുന്നത് ഓപ്പർച്യൂണിറ്റി, അവസരമുള്ള സ്ഥലത്ത്. നമ്മുടെ നാട്ടിൽ അവസരങ്ങളില്ല, ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് ഉള്ള ടാലൻ്റ് എല്ലാം പോകുന്നത് അവസരങ്ങളുള്ള സംസ്ഥാനത്തോ അല്ലെങ്കിൽ പുറത്ത്. ടാലൻ്റ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്താ ഉള്ളത്? ഈ മോഡേൺ ഒരു വേൾഡിൽ യൂത്ത് ആൻഡ് ടാലൻ്റ് ആണ് ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആസറ്റ്. ആ യൂത്ത് നഴ്സാണോ, യൂത്ത് ഡോക്ടറാണോ, യൂത്ത് ടെക്നോളജിസ്റ്റ് ആണോ, യൂത്ത് മാനുഫാക്ചറിങ് എഞ്ചിനീയർ ആണോ, യൂത്ത് AI എഞ്ചിനീയർ ആണോ, എന്താണെങ്കിലും ആ യൂത്താണ് ഒരു മാഗ്നറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ. തീർച്ചയായും നമ്മുടെ യൂത്ത് എല്ലാം പുറത്തു പോവുകയാണെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും? ഈ നോക്കൂലി കണ്ടിട്ടോ. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ കയറാൻ പോകുന്ന ഈ ഒരു പുതിയ ഒരു ഏജിൽ ഈ പഴയ കേരള മോഡൽ ഭയങ്കര അൺകമ്പറ്റീവും ഇറലവൻ്റ് ആവാൻ പോവുക. അത് മാത്രമല്ല, ഒരു വീക്ക് ഇക്കോണമി, കടം വാങ്ങിച്ച് നിൽക്കുന്ന ഇക്കോണമി, ആരുടെ ജീവിതത്തിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റില്ല. ഇന്നും നമ്മുടെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലാക്രമണം എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു ഡിഫെൻസും ഇല്ല. അതേ സമയത്ത് തമിഴ്നാടുവിൻ്റെ തീരദേശത്തെ ജനങ്ങൾക്ക് അവിടെ എല്ലാ കടലാക്രമണത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇത് സെയിം ഇന്ത്യയല്ലേ. ഇവിടുത്തെ തീരദേശം, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി അവർ ചെയ്യുന്നത് അറേബ്യൻ സീ, അവർ ചെയ്യുന്നത് ബേ ഓഫ് ബംഗാൾ. വേറെന്താണ് വ്യത്യാസം? അന്നാണ് അവിടെ ലാൻഡൊന്നും പോകുന്നില്ല. ഇവിടെ ലാൻഡെല്ലാം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എല്ലാ കൊല്ലം ലാൻഡ് പോകുന്നു. അല്ല, അവിടെ എപ്പോഴും സർക്കാരും CPM പറയുന്നത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ഒരു തമിഴ്നാട്ടിലാ? അല്ല, ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. തമിഴ്നാട്ടിലും അതെന്താണ്? ഞാൻ തമിഴ്നാട്ടിനെ പറ്റി പറഞ്ഞു. തമിഴ്നാട് അവർ ചെയ്യുന്നുണ്ട്, ഇവിടെ എന്താ ചെയ്യാത്തത്? അത് ഞാൻ പറയാം. അതിൻ്റെ ആൻസർ ഭയങ്കര സിമ്പിളാണ്. തമിഴ്നാട് ഗവൺമെൻറ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ട്, അതുകൊണ്ട് മാച്ചിങ് ഗ്രാൻഡ് സെൻട്രൽ ഗവൺമെൻറ് കിട്ടും. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് തയ്യാറാണ്, ഇവിടെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കാശില്ല. അപ്പോൾ ഇത് കേന്ദ്രം കൊടുക്കുന്നില്ല എന്നല്ലേ പറയാം. അല്ല, കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ മിനിസ്റ്റർ ആകുമ്പോൾ പറഞ്ഞല്ലേ കൊടുക്കാൻ തയ്യാറാണെന്ന്. കൊടുക്കാൻ തയ്യാറാണ്. ബട്ട് ഇവരുടെ മാച്ചിങ് ഫണ്ടിങ് വേണ്ടേ? അതല്ലേ ഈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോയിൻറ്റ് സ്കീമിൻ്റെ ഡിസൈൻ എന്താ വെച്ചാൽ, സെൻട്രൽ ഗവൺമെൻറ് X% കൊടുത്താൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മാച്ചിങ് % കൊടുക്കണം. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇവർക്ക് കാശില്ല, അതുകൊണ്ടല്ലേ കടം വാങ്ങുന്നത്. കാശില്ലാത്തത് മാത്രമാണോ പ്രശ്നം? കൃത്യസമയത്ത് ഇവർ പദ്ധതികൾ കൊടുക്കുന്നില്ല. കാശില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. കൊടുത്ത ഫണ്ട് ഡൈവേർട്ട് ചെയ്യുന്നു എന്നുള്ള പരാതിയുണ്ട്. അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. അതൊരു വേറെ ഇഷ്യൂ അല്ല. CAGയുടെ റിപ്പോർട്ടിൽ അങ്ങനെ പല പരാമർശം വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ വയനാടിന് കണ്ടില്ലേ, അവരുടെ അടുത്ത് കാശുണ്ട് ഡിസാസ്റ്റർ റിലീഫിന്നും, ബട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ട് സ്പെൻഡ് ചെയ്യുന്നില്ല? അതിൻ്റെ അവർ ശരിക്കൊരു ആൻസർ തന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് കൺക്ലൂഷൻ? അവർ ഡൈവേർട്ട് ചെയ്തു.
അല്ലെങ്കിൽ എന്താ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു 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 എന്താണ് ഡൗട്ട്? കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇത് ഒരു സസ്റ്റൈനബിൾ മോഡലല്ല. അത് വിടും. ഞാനിപ്പോൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനല്ല ഇറങ്ങിയിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അറിയാം. അത് എനിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഇക്കണോമിക് മാനേജ്മെൻറ്റിനെ പറ്റി ഞാൻ ഫ്ലൈറ്റിൽ കയറി എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെത്താൻ അവരെന്നെ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പോൾ ജനങ്ങൾക്ക് അറിയാം ഇന്ന് ഒരു ഇക്കണോമിക് മാനേജ്മെൻറ്റ്, ഇക്കണോമിക് ഗവർണൻസ്, ഇക്കണോമിക് പോളിസി കാണിച്ച് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണിച്ച ഒരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് NDA BJP ആണെന്ന് എല്ലാവർക്കും അറിയാം. സംസ്ഥാന സർക്കാരിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? എന്ത് ആരുടെ ആറ്റിറ്റ്യൂഡ്? BJPയുടെ പുതിയ ഇല്ല, നോക്കൂ, ഞാൻ നരേന്ദ്രമോദിജീൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്ററായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഡിസ്ക്രിമിനേഷൻ, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് വിശ്വസിക്കുന്ന ഒരു ലീഡറാണ്. അതുകൊണ്ട് അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേ. നോക്കൂ, ഈ വികസിത് ഭാരത് എന്ന് പറഞ്ഞ വിഷൻ, വികസിത് ഭാരത് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഒരു കണ്ടോൺമെൻറ്റ് ഏരിയ ഒന്നുമല്ല. വികസിത് ഭാരത് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ. എല്ലാ സ്റ്റേറ്റ്സ് മുമ്പോട്ട് പോയാൽ വികസിത് ഭാരത് മുമ്പോട്ട് പോകും. ഇങ്ങനെ 2-3 സ്റ്റേറ്റ് ഒരു ബ്രേക്ക് അടിച്ച് ചവിട്ടി വെച്ച് റിവേഴ്സ് ഗിയറിൽ പോവുകയാണെങ്കിൽ വികസിത് ഭാരതിൻ്റെ സ്പീഡും കമ്മിയാവും. അതുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് അങ്ങനെ ഒരു ഇൻസെൻറ്റീവും ഇല്ല ഏതെങ്കിലും സ്റ്റേറ്റിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അവരെ കാശ് സ്ലോ ഡൗൺ ചെയ്യുക, കൊടുക്കുകയല്ല. അതൊന്നും അദ്ദേഹം ചെയ്യില്ല. അത് ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ താല്പര്യമില്ല, ഒരു ഇൻസെൻറ്റീവ് ഇല്ല അതിൽ. അതുകൊണ്ട് ഇവരിങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി എലക്ഷൻ വരുന്ന സമയത്ത് ഇതൊരു റെഡ് ഹെറിംഗ് ആയിട്ട് അവർ യൂസ് ചെയ്യും. ഡിസ്ക്രിമിനേഷൻ, ഡിസ്ട്രാക്ഷൻ, ഇതാണ് മറ്റേതാണെന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്യും. അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അത് ജനങ്ങൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ബേസിക്കലി ഞങ്ങളൊരു ടെക്നോക്രാറ്റാണ്, ഇപ്പോൾ ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിരിക്കുകയാണല്ലേ. എങ്ങനെയാണ് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ 18 കൊല്ലം ഞാൻ രാജ്യസഭ MP ആയിരുന്നു, ഭയങ്കര ഒരു ആക്റ്റീവ് MP ആയിരുന്നു. 2G സ്കാം, വലിയ ഇഷ്യൂസ് എല്ലാം ഞാനാണ് പുറത്ത് കൊണ്ടുവന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഒരു ടെക്നോക്രാറ്റ് മാത്രം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, ഞാനത് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. എൻ്റെ പബ്ലിക് സർവീസ് 18 കൊല്ലമായിട്ട് എൻ്റെ പബ്ലിക് സർവീസ് ഒരു ഭയങ്കര ഡിസ്റ്റിങ്വിഷ്ഡ് പബ്ലിക് സർവീസാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ മാക്സിമം യൂസ് ചെയ്യും, മാക്സിമം എഫർട്ട് ഇടും. എനിക്ക് ലോക്സഭ, നരേന്ദ്രമോദിജി ലോക്സഭ മത്സരിക്കാൻ അവസരം തന്നു, ഞാൻ എൻ്റെ മാക്സിമം എഫർട്ട് ഇട്ടു. അത് കുറച്ച് ഒരു 5-10 ദിവസം ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ വുഡ് ഹവ് വൺ. അതേമാതിരി എനിക്ക് ഇന്നലെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നു. ഇന്നലെയാണ് അറിഞ്ഞത്. ഇന്നലെ 9 മണിക്കാണ് എന്നോട് പറഞ്ഞത് ഈ ഉത്തരവാദിത്വം എടുക്കണം. ഞങ്ങൾ യുനാനിമസ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ട് തരുന്നു, എടുത്തിട്ട് മുമ്പോട്ട് പോകണം എന്ന് ഇന്നലെ എനിക്ക് 9 മണിക്ക് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. എനിക്ക് ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുമ്പോട്ട് പോകും. ലോക്സഭയിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അല്ലേ? അല്ല, നമുക്ക് ലോക്സഭ ഞാൻ എത്രയോ എലക്ഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ മത്സരിച്ചിട്ടില്ല. എൻ്റെ ബാംഗ്ലൂർ സൗത്തിൽ അനന്ത് കുമാർജി എൻ്റെ ഒരു വലിയ ഏട്ടൻ മാതിരിയായിരുന്നു, ഒരു മെൻറ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 ഇലക്ഷനിൽ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ എലക്ഷൻ്റെ ഇഷ്യൂസൊന്നും എനിക്ക് അങ്ങനെ ഒരു വലിയ പുതിയ ചാലഞ്ചൊന്നും ആയിരുന്നില്ല. സ്ഥലം പുതിയതായിരുന്നു, ടൈം കമ്മിയായിരുന്നു, ജനങ്ങൾ എന്നെ അങ്ങനെ അറിയാൻ അവർക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ആ ഒരു ഫാസറ്റ് കുറച്ചൊരു യുണീക്കായിരുന്നു. ഒരു 35 ദിവസത്തിൽ ഒരു 11 lakh വോട്ടേഴ്സിൻ്റെ 7 സെഗ്മെൻറ്റ്സ് ഉള്ള ഒരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസിനെ എല്ലാവരും പോയി കാണുക, എല്ലാവർക്കും ഒരു പരിചയപ്പെടുന്ന രീതിയിൽ എല്ലാവരും പോയി കാണുക, അതെല്ലാം ഒരു ടൈം എടുക്കുന്ന സാധനമാണ്. അപ്പോൾ അതിന് കുറച്ച് എനിക്ക് ടൈം കിട്ടിയില്ല. അതാണ് എൻ്റെ അസസ്മെൻറ്റ്. എനിക്കൊരു 10-15 ദിവസം കൂടി കിട്ടിയാൽ ഐ വുഡ് ഹവ് ഡൺ എ ബെറ്റർ ജോബ്. ഈ 35 ദിവസത്തിൽ 3 ലക്ഷം വോട്ട് കിട്ടി. അത് നമ്മുടെ പ്രവർത്തകരുടെ അധ്വാനവും പിന്നെ നരേന്ദ്രമോദിജീൻ്റെ ക്യാമ്പയിനും അതെല്ലാം അതിൻ്റെ ബെനിഫിറ്റായിരുന്നു. ബട്ട് അതിന്ന് ഞാൻ പഠിച്ചു BJP കേരളയിലെ സ്ട്രെങ്ത്ത്, BJP കേരളീയൻ്റെ പ്രവർത്തകരുടെ സ്ട്രെങ്ത്തും അവരുടെ കമ്മിറ്റ്മെൻറ്റും
അപ്പോൾ ഇന്നലെ ഈ ഈ എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല, എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ BJP കേരളയിൽ ഒരു ഫണ്ടമെൻ്റലി ഭയങ്കര സ്ട്രോങ് ഓർഗനൈസേഷനാണ്, പ്രവർത്തകർ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് അധ്വാനിക്കാനും അവർക്ക് നരേന്ദ്രമോദിജീൻ്റെ ആ ഒരു ദൗത്യം ഇവിടെ മാറ്റം കൊണ്ടുവരണം, അതിനെല്ലാം ഇവർ തയ്യാറാണ്. എനിക്ക് ആ കോൺഫിഡൻസ് ആ ഇലക്ഷനിൽ കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ദാറ്റ് ഇത് BJP കേരള ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു, ആണ്, അത് ഇനിയും അങ്ങനെ തന്നെ ഒരു പ്രവർത്തകരുടെ പാർട്ടി അത് മാറില്ല എന്ന് ഞാൻ ഇന്ന് പറഞ്ഞു. അപ്പോൾ ആ കോൺഫിഡൻസ് കൊണ്ടാണ് എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടിയിരിക്കുന്നത്. കേരളം മുഴുവൻ പോണ്ടേ, തിരുവനന്തപുരം മാത്രമായിരുന്നു? അല്ലല്ല, അത് പോകണം. പിന്നെ കേരളയിൽ ഞാൻ കുറേ സ്ഥലമെല്ലാം നന്നായിട്ട് അറിയാം, എനിക്ക് പരിചയമുണ്ട്. ബട്ട് ചില സ്ഥലം എനിക്ക് നോർത്തല്ല കേരളയിലെല്ലാം എനിക്ക് അങ്ങനെ ഒരു വലിയൊരു പിടിയും അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ഇല്ല ഇപ്പോഴും. അത് പഠിക്കണം. അപ്പോൾ അത് ഞാൻ തയ്യാറാണ് പഠിക്കാനും മനസ്സിലാക്കാനും. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് BJPയോടുള്ള ഐക്യം വലിയൊരളവോളം മാറിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിംസ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോഴും കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. അവരുടെ കോൺഫിഡൻസ് കൂടി എങ്ങനെ എടുക്കാനാവും? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പറഞ്ഞു, ഇന്ന് എൻ്റെ സ്പീച്ചിലും പറഞ്ഞു, ഞങ്ങളുടെ ഒരു ക്ലിയർ അജണ്ട, ഞങ്ങളുടെ ഒരു ക്ലിയർ ദൗത്യം എന്ന് പറഞ്ഞ ഒരു മിഷൻ എല്ലാ കേരള ഫാമിലി, ഒരു മലയാളി ജനങ്ങളാണോ കുടുംബങ്ങളാണോ എല്ലാവർക്കും ഒരു വികസനം പുരോഗതിൻ്റെ ഒരു അവസരം ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ഒരു മിഷൻ. അതിൽ ഞങ്ങൾ ഒരു സമുദായമോ ഒരു മതമോ ഒന്നും നോക്കിയിട്ടല്ല, എല്ലാവർക്കും കിട്ടണം. അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ഫാമിലിയാണോ കുട്ടിയാണോ എല്ലാവരും കിട്ടണം ഒരു പുരോഗതിയും വികസനത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇതാണ് ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസ്. 2014 മുതൽ ഇന്നു വരെ നരേന്ദ്രമോദിജി എപ്പോഴും പറയുന്നത് ഞാൻ ആരുടെയും എഗൻസ്റ്റ് അല്ല, ഏത് മതമാണോ ഒരു കമ്മ്യൂണിറ്റിയാണോ ഒരു കാസ്റ്റാണോ ഞാൻ എല്ലാവരുടെയും കൂടെയാണ്, പിന്തുണയോടെയാണ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു അവസരം കൊടുക്കാൻ ആണ് ഞാൻ അധ്വാനിക്കുന്നത്. അത് ഞാൻ ഇവിടെ പറയും. ഇവിടെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 10, 20, 35 കൊല്ലമായിട്ട് ഇവിടെ ഈ ലെഫ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ നടന്നിട്ടുണ്ട്. സംഘ് പരിവാർ ആൻറ്റി ഇതാണ്, സംഘ് പരിവാർ ഇതാണ്. അതുകൊണ്ട് കുറച്ചെല്ലാം ജനങ്ങളുടെ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൽ അതൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സൊല്യൂഷൻ അവരെ പോയി കാണുക, ഞാൻ പറഞ്ഞ മാതിരി അവരോട് സത്യം എന്താണ്, ട്രൂത്ത് കാണിച്ചു കൊടുക്കുക, ഫാക്റ്റ് എന്താണ്, ഞങ്ങളുടെ ഐഡിയോളജി എന്താണ്, ഞങ്ങൾ ചെയ്തത് എന്താണ്, ആരും കൂടെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാവർക്കും ഒരേ സമാനം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൻ്റെ ബേസിസിലാണ് ഞങ്ങളുടെ ഐഡിയോളജി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതെ, ഞാൻ ഹിന്ദുവാണ്, ഞാനൊരു പ്രൗഡ് ഹിന്ദുവാണ്, അതുകൊണ്ട് ഞാൻ ആരും എഗൻസ്റ്റ് അല്ല. അത് ഞങ്ങൾ പറഞ്ഞ് എല്ലാവരോടും മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു പ്രോപ്പഗാൻഡ ക്രിസ്ത്യൻസിനെയും ഇമ്പാക്റ്റ് ചെയ്തിരുന്നു, മുസ്ലിംസിനെയും ഇമ്പാക്റ്റ് ചെയ്തു. ക്രിസ്ത്യൻസ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് സത്യം. ഞാൻ എൻ്റെ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് എല്ലാ മുസ്ലിം പള്ളിയിൽ കയറി ഇറങ്ങി ആളല്ലേ. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഒരു ഏറ്റവും വലിയ തെറ്റാണ്. എന്നെല്ലാം വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഞാനൊരു പട്ടാളക്കാരൻ്റെ മകനാണ്. ഞങ്ങളെല്ലാവരും ഒരു ഇന്ത്യ ഈസ് ഗ്രേറ്റ്, ഇന്ത്യ ഈസ് ഡൈവേഴ്സ് എന്ന് പഠിച്ച് വളർന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, മനസ്സിലാക്കണം. പുതിയൊരു ടീം ഉണ്ടാവുമോ കൂടെ? അതെല്ലാം നാച്ചുറലായിട്ട് പുതിയ ടീം പഴയ ടീം അങ്ങനെയൊന്നുമില്ല. ഒരു ടീം ഉണ്ടാവും, BJPൻ്റെ ടീമായിരിക്കും. അത് പണ്ടുള്ള ടീമാണോ, കുറച്ച് ചേഞ്ച് ഉണ്ടാവോ, കുറച്ച് യൂത്തിനെ ഇൻവോൾവ് ചെയ്യോ, അതെല്ലാം ഒരു നോർമൽ പ്രോസസ്സ്. അത് ഞാൻ ഉണ്ടാക്കുന്ന ചേഞ്ചായിട്ട് കാണരുത്. അത് BJP ഒരു ഇവോൾവ് ചെയ്യുമ്പോൾ കുറച്ചെല്ലാം ചേഞ്ച് വരും, ആൾക്കാർ വരും, ചില പുതിയ പൊസിഷനിൽ പോകും. ബട്ട് BJP ഒരു എൻറ്റിറ്റി ആയിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഞങ്ങളുടെ ഐഡിയോളജി, ഞങ്ങളുടെ അപ്രോച്ച് ഒരു വ്യത്യാസവും ചേഞ്ച് ഉണ്ടാവില്ല.
ഞങ്ങൾ ജനങ്ങളെ സേവിക്കും. ജനങ്ങളെ സേവന അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ നന്നായി അധ്വാനിക്കും. അവരുടെ കോൺഫിഡൻസും ട്രസ്റ്റ് കിട്ടാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നമസ്കാരം. നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.